അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഖഅദ മാസത്തിന്റെ 11ാമത്തെ രാവിലേക്ക് നമ്മൾ കടന്നു. നാളെ 11ാമത്തെ പകലാണ്. അതായത് ദുൽഖഅദ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ വിട പറഞ്ഞ് രണ്ടാമത്തെ 10ലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മളിൽ നിന്നും സ്വീകരിക്കട്ടെ, ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹജ്ജിനായി ഉംറക്കായി പോയിട്ടുള്ള മുഴുവൻ ഹാജിമാരെയും ഹജ്ജുമ്മമാരെയും അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റിന്റെ മജ്ലിസിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്കൊരു ഇസ്തിഗ്ഫാർ പറഞ്ഞാലോ? ഈ ദുൽഖഅദ മാസത്തിന്റെ എല്ലാ ദിവസവും നമ്മൾ മുടങ്ങാതെ പറയേണ്ട ഒരു ഇസ്തിഗ്ഫാർ ഉണ്ട്. ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേണ്ട മാസം കൂടിയാണ് ദുൽഖഅദ മാസം, ദുൽഹിജ്ജ മാസം ഒക്കെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ പറയുന്ന ഇസ്തിഗ്ഫാറുകളൊക്കെ സ്വീകരിച്ച് അതിന്റെ പ്രതിഫലങ്ങൾ അർഹമായ രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും തരുമാറാവട്ടെ. ആമീൻ. പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈക്. 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 നമ്മളെല്ലാവരും മുസ്ലിമായി ജനിച്ചവരാണ്, മുസ്ലിമായി ജീവിക്കുന്നവരാണ്. അൽഹംദുലില്ലാഹ്, മരിക്കുന്ന സമയത്ത് മുസ്ലിമായി കലിമ പറഞ്ഞ് നമുക്ക് മരിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നല്ലവണ്ണം ദുആരക്കണം. എങ്ങനെയാ ദുആരക്കേണ്ടത്? അള്ളാഹുവിലേക്ക്, അള്ളാഹുവെ പടച്ചവനെ, മരിക്കുന്ന സമയത്ത് ഞങ്ങളെ ഇസ്ലാമിലാക്കി മരിപ്പിക്കണേ എന്ന് നമ്മൾ ദുആരക്കണം. ആ ദുആയുടെ കൂട്ടത്തിൽ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലം എന്ന് പരിചയപ്പെടുത്തിയ ഒരു ഇസ്മു കൂടി ചേർത്ത് നമ്മൾ പറഞ്ഞാൽ ആ ദുആ അച്ചട്ടായി സ്വീകരിക്കപ്പെടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ദുആ ഒന്ന് പറഞ്ഞാലോ? എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. യാ ദൽ ജലാലി വൽ ഇക്റാം അമിത്നാ അലാ ദീനിൽ ഇസ്ലാം
يا ذا الجلال والإكرام أمتنا على دين الإسلام 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 നമ്മുടെ ഹൃദയം ഏത് സമയത്തും താളം തെറ്റാം. ഹൃദയത്തിന് താളം തെറ്റുമ്പോഴാണ് മാനസിക വിഭ്രാന്തികൾ ഉണ്ടാകുന്നത്. ഹൃദയത്തിന് താളം തെറ്റുമ്പോഴാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നത്. ഹൃദയത്തിന് താളം തെറ്റുമ്പോഴാണ് ഈമാനില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത്, തെറ്റുകൾ ചെയ്യാനുള്ള പ്രേരണ വരുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈമാൻ ഖൽബിൽ ഉറപ്പിച്ച് നമുക്ക് കിട്ടണം. അതിന് നല്ലവണ്ണം നമ്മൾ ദുആരക്കണം. ഏത് ദുആ പറയണം? ഇൻഷാ അല്ലാഹ് ഈ ദുആയാണ്. ഇതിപ്പോ നമ്മുടെ ദിക്റിന്റെ മജ്‌ലിസിൽ മാത്രമല്ല, അതല്ലാത്ത നിങ്ങളുടെ നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആയിലൊക്കെ ഇൻഷാ അല്ലാഹ് ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉൾപ്പെടുത്താൻ പറ്റുന്ന ദുആയാണ് ഇത്. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. اللهم يا مقلب القلوب ثبت قلوبنا على دينك 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 اللهم يا مقلب القلوب ثبت قلوبنا على دينك
اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك അല്ലാഹുവിന്റെ ഇസ്മുൽ അഅലമാണെന്ന് പോലും അഭിപ്രായമുള്ള വലിയ മഹത്വമുള്ള ഒരു ഇസ്മ ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ചൊല്ലാറുള്ള ഒരു ഇസ്മാണ് അല്ലാഹു തആല ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ ആമീൻ ചൊല്ലിക്കോ യാ ലത്തീഫു യാ അല്ലാഹ് 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 യാ ലത്തീഫു യാ അല്ലാഹ്
യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ് യാ ലത്തീഫു യാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടില്ലേ? നമ്മുടെ വീടിന്റെ രൂപത്തിൽ, ഭാര്യയുടെ രൂപത്തിൽ, ഭർത്താവിൻ്റെ രൂപത്തിൽ, മക്കളുടെ രൂപത്തിൽ, വാഹനമായിട്ട്, അതുപോലെ തന്നെ നമ്മുടെ കച്ചവട സ്ഥാപനമായിട്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യമായിട്ട്, സ്വർണമായിട്ട്, വെള്ളിയായിട്ട്, വസ്ത്രമായിട്ട്, ഭക്ഷണമായിട്ട്, വെള്ളമായിട്ട്, അല്ലെ? എത്രയോ നിഅമത്താണ്, അനുഗ്രഹങ്ങളാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്. അതിനൊക്കെ നന്ദിയുള്ളവരാവണ്ടേ നമ്മളൊക്കെ, അല്ലെ? നന്ദിയുള്ളവരാവണ്ടേ. എങ്ങനെയാണ് നന്ദി പ്രകടിപ്പിക്കേണ്ടത്? നമ്മുടെ നല്ലവണ്ണം അൽഹംദുലില്ലാ എന്ന് പറയണം. നമുക്കൊന്ന് പറഞ്ഞാലോ? നല്ല രൂപത്തിൽ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാലോ? അള്ളാഹുവെ എന്തെല്ലാം നിഅമത്ത് തന്നിട്ടുണ്ട്, അതിനൊക്കെ ഞങ്ങൾ ഇതാ ശുക്ർ ചെയ്യുകയാണ്. ല ഇൻ ശകർതും ല അസീദന്നക്കും. നമ്മൾ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള നിഅമത്തുകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ, അള്ളാഹു തആല നമുക്ക് എന്ത് തരും? ആ തന്ന അനുഗ്രഹങ്ങൾ അധികരിപ്പിച്ചു തരുമെന്നാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയാണ് റബ്ബേ. ഞാനിതാ നിന്നോട് നന്ദിയുടെ വാചകം പറയുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. 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 അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദിക്റുകളും സ്വലാത്തുകളും തസ്ബീഹുകളും അള്ളാഹുവിൻ്റെ ഇസ്മുകളും എല്ലാ ഔറാദുകളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അർഹമായ പ്രതിഫലം നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഫോണിൽ വിളിച്ച് പറഞ്ഞ്, നേരിട്ട് കണ്ട് പറഞ്ഞ്
അതുപോലെ തന്നെ വീഡിയോകൾക്ക് താഴെ കമന്റുകളിലായി നിരവധി ദുആ വസിയത്താണ്. അള്ളാഹു എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കട്ടെ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, രോഗങ്ങൾ അള്ളാഹു താല മാറ്റി കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് പേരെടുത്തു പറഞ്ഞ് ഇന്നത്തെ മജ്‌ലിസ് ദുആരക്കണമെന്ന് ഏൽപ്പിച്ചിട്ടുണ്ട്. ആരുടെയും പേര് പറയുന്നില്ല. എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ നമ്മൾ ദുആരക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തിന് ഓതി നമുക്ക് ദുആരക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്‌ലിസ് സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. إلى حضرة نبينا وحبيبنا مصطفى محمد صلى الله عليه وسلم وإلى حضرات أهل الخير والفضل كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. أرحم الراحمين يا കരുണയുള്ള അല്ലാഹ്, രാജാതിരാജനായ റഹ്മാനെ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്, അബദ്ധങ്ങൾ പറ്റിയവരാണ്. എല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാഹ്, മാപ്പ് തരണേ അല്ലാഹ്, പാപങ്ങൾ പൊറുത്തു തരണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, നീ ഞങ്ങളുടെ യജമാനനാണ് അല്ലാഹ്, ഞങ്ങൾ നിന്റെ അടിമകളാണ് അല്ലാഹ്. യജമാനനായ നിന്നോടല്ലാതെ അടിമകളായ ഞങ്ങൾ ആരോട് ചോദിക്കാനാണ് റബ്ബേ? ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്, മരുമക്കൾ, പേരക്കുട്ടികൾ, കൂട്ടുകാര്, നാട്ടുകാര്, വേണ്ടപ്പെട്ടവർ, ഇഷ്ടപ്പെട്ടവർ റഹ്മാനെ, ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവരുടെയും ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്, സമാധാനത്തിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബർ ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലും എല്ലാവിധത്തിലുള്ള അനുഗ്രഹത്തിലും ആക്കി കൊടുക്കണേ അല്ലാഹ്. ഖബർ ജീവിതം അല്ലാഹുവേ സുഗന്ധപൂരിതമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളുമൊക്കെ മരിച്ചു പോവാനുള്ളവരാണ്. ഞങ്ങൾ ഖബറിലേക്ക് ചെല്ലുമ്പോ സ്വർഗത്തിന്റെ വസ്ത്രം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്, സ്വർഗത്തിന്റെ വെള്ളം തരണേ അല്ലാഹ്, സ്വർഗത്തിന്റെ ഭക്ഷണം തരണേ അല്ലാഹ്. വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരെയും നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഈ ആമീൻ പറയുന്ന വാപ്പമാരെ നീ ഖബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ കച്ചവടങ്ങളിൽ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ശരീരത്തിന് ആഫിയത്തും ആരോഗ്യവും നീ ഏറ്റമേറ്റം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന
ഉമ്മമാരെ സഹോദരിമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഒരുപാട് വേദനകൾ ജീവിതത്തിൽ സഹിച്ചവരാണ്, ഒരുപാട് നൊമ്പരങ്ങൾ വിഷമങ്ങൾ അല്ലാഹുവേ പ്രയാസങ്ങൾ സഹിച്ചവരാണ്. ഇനി നീ അവരെ വിഷമിപ്പിക്കല്ലേ അല്ലാ, ഇനി ആ ഉമ്മമാരെ സങ്കടപ്പെടുത്തല്ലേ അല്ലാ. അല്ലാഹുവേ അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും റാഹത്തും കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെയും മജ്ലിസ് അല്ലാഹുവേ പൂർണ്ണാർത്ഥത്തിൽ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ ഇവിടെ ഓതിയതും പറഞ്ഞതുമായ എന്തെങ്കിലും കാര്യത്തിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ നീ പരിഹരിച്ച് ഞങ്ങൾക്ക് അർഹമായ പ്രതിഫലം തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, 1000-ലധികം ആളുകളാണ് ഓരോ ദിവസവും കമന്റിലൂടെ ദുആരക്കാൻ ഏൽപ്പിക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വേദനകൾ മാറ്റണേ അല്ലാ, വിഷമങ്ങൾ മാറ്റണേ അല്ലാ, സങ്കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും എല്ലാ രോഗങ്ങൾക്കും നീ ശിഫാ തരണേ അല്ലാ. ക്യാൻസർ രോഗം ശിഫയാക്കണേ അല്ലാ. കീമോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവേ, നീ ശമനം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, ഒരുപാട് സഹോദരിമാര് സഹോദരങ്ങൾ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്, വീടുകളിൽ കഴിയുകയാണ്. റഹ്മാനെ, എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, നീ ശിഫാ പ്രദാനിക്കണേ അല്ലാ. അപകടം പറ്റിയിട്ട് ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, വീടുകളിൽ കഴിയുന്നവരുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷന് വിധേയമാകുന്നവർ, സർജറി കഴിഞ്ഞു കിടക്കുന്നവർ, എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഷുഗർ ഉള്ളവര്, കൊളസ്ട്രോൾ ഉള്ളവര്, അറ്റാക്ക് വന്ന് ചികിത്സയിൽ കഴിയുന്നവര്, സ്ട്രോക്ക് വന്നവര്, അല്ലാഹുവേ നരമ്പിന്റെ പ്രശ്നമുള്ളവര്, അല്ലാഹുവേ ഫിക്സ് രോഗമുള്ളവര്, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ വലിയ ആളുകൾ, എല്ലാവർക്കും എന്തെല്ലാം അസുഖങ്ങളുണ്ടോ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. എല്ലാം നീ മാറ്റി കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഖൈറായ ജീവിതം തരണേ അല്ലാ. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല, മരണത്തിന്റെ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയുള്ള മരണം പ്രദാനിക്കണേ അല്ലാ. ഈ വർഷം ഹജ്ജിന് പോകുന്ന, ഉംറക്ക് പോകുന്ന അല്ലാഹുവേ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്ത് നാട്ടിലേക്ക് വരാനുള്ള സൗഭാഗ്യം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളുള്ള ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി തുറന്നു കൊടുക്കണേ അല്ലാ. വിവാഹപ്രായം എത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവര്, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവര്, അങ്ങനെ അല്ലാഹുവേ 100,000 വിഷമങ്ങൾ പറയുന്നവര്, എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ റബ്ബേ, സമാധാനം കൊടുക്കണേ അല്ലാ. സന്തോഷം അവരുടെയും ഞങ്ങളുടെയും ജീവിതത്തിൽ തരണേ അല്ലാ. വീട് പണി പൂർത്തിയായി വീട് താമസമാണ് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റഹ്മാനെ, ഈ എളിയവന്റെ വീട് ഉൾപ്പെടെ ഒരുപാട് പേര് വീട് പണി നടക്കുകയാണ്, ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, സലാമത്ത് തരണേ അല്ലാ. പുതിയ വീട്ടിൽ താമസം തുടങ്ങുകയാണ് റബ്ബേ, വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങളുള്ളത്. നീ ഖൈറായ ജീവിതം ആ പുതിയ വീട്ടിൽ ഞങ്ങൾക്ക് തരണേ അല്ലാ. വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, വാടക വീട്ടിൽ കഴിയുന്നവരുണ്ട്, ഖൈറായ ഭവനം അവർക്ക് നീ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള വീടുകളിൽ നീ എല്ലാവിധത്തിലുള്ള സമാധാനവും നീ തരണേ അല്ലാ, ശാന്തി തരണേ അല്ലാ, സ്വസ്ഥത തരണേ അല്ലാ. എല്ലാവിധത്തിലുള്ള നിന്റെ റഹ്മത്തിന്റെ മലക്കുകളുടെ നോട്ടമുള്ള അല്ലാഹുവേ വീടാക്കണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. പടച്ചവനെ, ചൂട് കാലമാണ് അല്ലാഹുവേ, പടച്ചവനെ നല്ല ഖൈറായ മഴ തരണേ അല്ലാ. ഷർറായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ, നല്ല മഴ ഞങ്ങൾക്ക് തരണേ അല്ലാ. ചൂട് കുറച്ച് തരണേ റബ്ബേ. ഒരുപാട് പേര് വലിയ പ്രയാസത്തിൽ കഴിയുകയാണ് അല്ലാഹുവേ. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട്, ഈ ചൂട് കൊണ്ടുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളെ തൊട്ടും ഞങ്ങളെ എല്ലാവരെയും കാത്തു രക്ഷിക്കണേ അല്ലാ. ലോകത്ത് നീ സമാധാനം കൊടുക്കണേ അല്ലാ, ശാന്തി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. റബ്ബനാ അലൈക തവക്കൽനാ വ ഇലൈക അനബ്നാ വ ഇലൈകൽ മസ്വീർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.
ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകും, എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.